بحمد ربي أبدأ المنيرة ثم الصلاة والسلام السيرة على نبي اسمه محمد أبوه عبد الله منه مفرد أبوه عبد الله منه مفرد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും ഹംസ റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും ഇസ്ലാം സ്വീകരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കി. ഇസ്ലാമിക പ്രബോധനം കൂടുതൽ ശക്തിയാർജിച്ചിട്ടുണ്ട്. മുസ്ലിമുകൾക്ക് ഇസ്സത്ത് കൈവന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സത്യമത പ്രബോധനം അത് കുറച്ചൊന്നുമല്ല മുശ്രിക്കീങ്ങളെ പ്രയാസപ്പെടുത്തിയിട്ടുള്ളത്. പല വിധത്തിൽ പല തന്ത്രങ്ങളിലൂടെ തൗഹീദിന്റെ പ്രബോധനം നിർത്തിവെക്കാൻ അവർ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ആദ്യം മോഹന വാഗ്ദാനങ്ങൾ നൽകി, അത് ഭീഷണിയായി മാറി. രണ്ടാമത്തെ ഘട്ടം പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുനയിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കെ കഅബയുടെ അരികിലേക്ക് 4 പേരെത്തുകയാണ്. വലീദ് ഇബ്നു മുഗീറയുണ്ട് ആ കൂട്ടത്തിൽ, അസ്വദ് ഇബ്നു അബ്ദുൽ മുത്തലിബുണ്ട്, ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ യജമാനൻ ഉമയ്യത്ത് ഇബ്നു ഖലഫുണ്ട്, ആസ് ഇബ്നു വായിലുണ്ട്. അങ്ങനെ മക്ക മുശ്രിക്കീങ്ങളുടെ നേതാക്കന്മാരായ 4 പേർ അവർ റസൂലുള്ളാഹിയുടെ അരികിലേക്ക് എത്തുന്നു. അവർക്ക് പറയാനുള്ളത്, മുഹമ്മദേ, ഒരു കൊല്ലം ഞങ്ങളുടെ ആരാധ്യനെ നീ ആരാധിക്കുക. തഅബുദു ആലിഹതന സന അല്ലാത്തു വൽ ഉസ്സ. ഒരു കൊല്ലം ലാത്തയെ ഉസ്സയെ, ഞങ്ങൾ ആരാധിക്കുന്ന ലാത്തയും ഉസ്സയും നീ ആരാധിക്കുക. വനഅബുദു ഇലാഹക സന, നിന്റെ ഇലാഹിനെ ഒരു വർഷം ഞങ്ങളും ആരാധിക്കാം. അപ്പം ഞങ്ങളുടെ ദീനിൽ വല്ല ഗുണങ്ങളും ഉണ്ടെങ്കിൽ അത് നിനക്ക് ലഭിക്കും, നിന്റെ ആദർശത്തിൽ വല്ല ഖൈറുമുണ്ട് എങ്കിൽ അത് ഞങ്ങൾക്കും ലഭിക്കും. ഇന്നത്തെ സൗഹാർദ്ദം അങ്ങനെയാണല്ലോ, എല്ലാം കൂട്ടിക്കലർത്തി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടകലർന്ന് ആരും പരസ്പരം വിമർശിക്കരുത്, എല്ലാം ശരി, ആ രൂപത്തിലാണല്ലോ. അപ്പം എല്ലാം നടക്കട്ടെ, നീ നിന്റെ വിശ്വാസവുമായി നടക്കുക, അതോടൊപ്പം ഞങ്ങളുടെ വിശ്വാസവും നീ സ്വീകരിക്കണം, ഞങ്ങളും നിന്റെ വിശ്വാസത്തിലേക്ക് കടന്നു വരാം. വളരെ മിഠായി പൊതിയിൽ പൊതിഞ്ഞ മനോഹരമായ പൊതിയിൽ അലങ്കരിച്ച അപകടമാണത്. അത് കേട്ട ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തിആര നടത്തി. കാരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും വലുത് അവൻ്റെ വിശ്വാസമാണ്, ആദർശമാണ് അവൻ്റെ കാതൽ, ആദർശമാണ് അവൻ്റെ ജീവൻ. ആദർശത്തെ ജീവൻ ആയി കാണാത്തവർക്ക്, ആദർശത്തിൽ നിലപാടുകളില്ലാത്തവർക്ക്, ആദർശത്തിൽ വെള്ളം ചേർക്കുമ്പോൾ, ശിർക്കുമായി സഹകരിക്കുമ്പോൾ അതൊരു ഗൗരവമായ വിഷയം ആയി തോന്നാറില്ല. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആദർശത്തിൽ ശിർക്ക് കലരുക എന്നുള്ളത്, ശിർക്കുമായി സഹകരിക്കുക എന്നത് അവന് ചിന്തിക്കാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങി, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, കാഫിറുകളായ ആളുകളോട് പറയണം നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ കാഫിറൂന്റെ ആയത്തുകൾ അവതരിച്ചു. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ആദർശമാണ്, എനിക്ക് എൻ്റെ ആദർശം. ഈ തൗഹീദിൽ അല്ലാഹു അല്ലാത്ത ഒന്നിനെയും ഞാൻ ആരാധിക്കുകയില്ല, റബ്ബിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല എന്ന വിശ്വാസത്തിലേക്ക് ഒരു ലാത്തയോ ഒരു ഉസ്സയോ മറ്റുള്ള ആരെയെങ്കിലും കൂട്ടിച്ചേർക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല എന്ന ഇസ്ലാമിൻ്റെ തൗഹീദിൻ്റെ ആദർശം, ശുദ്ധമായ തൗഹീദ് പ്രഖ്യാപിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പറയുകയാണ്. ഇവിടെ പ്രിയപ്പെട്ട പഠിതാക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. ആ ചരിത്രത്തിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും ഗൗരവത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട പാഠം തൗഹീദാണ്. തൗഹീദിൽ കലർപ്പില്ലാതെ സ്വീകരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ചരിത്രം പല ആളുകളും കെട്ടുപോകും. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ തൗഹീദിൽ മായം ചേർത്ത്, ആ തൗഹീദിൽ ഇടയാളന്മാരെ സ്വീകരിച്ച് പ്രവാചകന്റെ കഥകൾ പഠിക്കുമ്പോൾ
റസൂലുള്ളാഹിയുടെ പ്രബോധനത്തിൻ്റെ ത്യാഗത്തിൻ്റെ കഥകൾ പറയുമ്പോൾ അതിലെന്തർത്ഥമാണുള്ളത്? എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്യാഗം സഹിച്ചത്? എന്തിനായിരുന്നു ഹിജ്റ? എന്തിനാണ് മക്കയിൽ പീഡിപ്പിക്കപ്പെട്ടത്? എല്ലാം തൗഹീദിന്റെ പേരിലാണ്. ആ തൗഹീദിന്റെ വിഷയത്തിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ, എനിക്ക് സഹായം തേടാൻ, എൻ്റെ പ്രശ്നങ്ങൾ ഇറക്കി വെക്കാൻ ഖാലിക്കായ, റാസിക്കായ, മുദബ്ബിറായ, റബ്ബല്ലാത്ത മറ്റൊരാളുമില്ല എന്ന ആ വിശ്വാസം സ്വീകരിക്കുക എന്നതാണ് ഈ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മർമ്മം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഒരു സഹാബി കടന്നു വരികയാണ്. അദ്ദേഹം ബുവാനയിൽ വെച്ചുകൊണ്ട് ഒരു ഒട്ടകത്തെ അറുക്കാൻ നേർച്ച നേർന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആ നേർച്ച അള്ളാഹുവിനാണ്, അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് നേർച്ച പാടില്ല, അതുകൊണ്ട് തന്നെ നേർച്ച നിറവേറ്റണം. അത് ജാഹിലിയത്തിൽ അദ്ദേഹം നേർന്ന നേർച്ചയാണ്. ഇനി അത് നിറവേറ്റേണ്ടതുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഹൽ കാന ഫീഹാ വസനുൻ മിൻ ഔസാനിൽ ജാഹിലിയ യുഅബദ്? ആ പ്രദേശത്ത് അല്ലാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്ന വല്ല വിഗ്രഹങ്ങളും ഉണ്ടായിരുന്നോ? ജാഹിലിയത്തിലെ വല്ല വിഗ്രഹങ്ങളും, ആരാധിക്കപ്പെടുന്ന വല്ല വിഗ്രഹങ്ങളും അവിടെയുണ്ടോ? കാലു, അവർ പറഞ്ഞു, ല, ഇല്ല നബി, അങ്ങനെ ഒരു വിഗ്രഹമോ ആരാധിക്കപ്പെടുന്ന ഒന്നും തന്നെ ഒരു മൂർത്തികളും അവിടെ ഇല്ല. ഹൽ കാന ഫീഹാ ഈദും മിൻ അഅയാദിഹിം? ജാഹിലിയത്തിന്റെ വല്ല ആരാധനകളും അവിടെയുണ്ടോ? വല്ല ഈദും അവിടെ നടന്നിരുന്നോ? വല്ല ആഘോഷങ്ങളും നടന്നിരുന്നോ? കാലു ല. ഔ ഫീ ബിനദിരിക്, എങ്കിൽ നിന്റെ നേർച്ച നീ പൂർത്തിയാക്കുക. അപ്പൊ ഷിർക്കിന്റെ വിഗ്രഹങ്ങളുമായി, ഷിർക്കിന്റെ ആഘോഷങ്ങളുമായി, അതുമായി രാജിയാവുക, അതുമായി സഹകരിക്കുക എന്നുള്ളതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്നതല്ല, കഴിയുന്നതല്ല എന്നതാണ് ഈ ചരിത്രം നമ്മളെ പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധന പ്രവർത്തനം ഷിർക്കിനെതിരെ ഏറ്റവും ശക്തമായി തുടരുക തന്നെ ചെയ്തു. റസൂലുള്ളാഹിയെ അതിശക്തമായ ഭാഷയിൽ അബൂജഹലും കൂട്ടരും അബൂലഹബും കൂട്ടരും ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. മഹാനായ താരിഖ് ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി സൂഖി ദിൽ മജാസ്. ദുൽ മജാസിൽ ഞാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. അങ്ങാടികളിൽ, ജനങ്ങൾ കൂടുന്ന ഇടങ്ങളിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലും. എന്തിനാണ് അവിടെ ചെല്ലുന്നത്? വഹുവ യഖൂൽ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എത്തിയിട്ട് പറയും, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ, നിങ്ങൾ വിജയിക്കണേ. നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന്, തൗഹീദിൽ നിന്ന് തെറ്റി ഒരു ജനത ജീവിക്കുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം വീട്ടിലിരിക്കാൻ, അടങ്ങിക്കടിയാൻ, ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിക്കട്ടെ എന്ന് തീരുമാനിക്കാൻ സാധിച്ചില്ല. റസൂലുള്ളാഹി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി, ദുൽ മജാസിലേക്ക് ഇറങ്ങി, അങ്ങാടിയിലേക്ക് ഇറങ്ങി, ആളുകൾ കൂടുന്ന ഇടങ്ങളിലേക്ക് ഇറങ്ങി, അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, ഉറക്കെ പറഞ്ഞു, ജനങ്ങളെ, ഇതാണ് വിജയത്തിന്റെ വഴി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. റസൂലുള്ളാഹി അത് പറയുമ്പോൾ ഒരാൾ പിറകെയുണ്ട്, അബൂലഹബാണത്. അബൂലഹബ് ഉറക്കെ വിളിച്ചു പറയും, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ലാ തുതീഉ ഫഇന്നഹു കദ്ദാബ്, നിങ്ങൾ ഇവനെ അനുസരിക്കരുത്, അദ്ദേഹം കദ്ദാബാണ്, പെരുംകളവ് പറയുന്ന വ്യക്തിയാ. നോക്കൂ, നമ്മളെ ഒരാൾ കള്ളൻ എന്ന് പറഞ്ഞാൽ എത്ര സങ്കടമുണ്ടാകും. ആളുകൾ കൂടുന്ന ഇടത്ത് നമ്മളെ കള്ളൻ എന്ന് വിളിച്ചാൽ, കദ്ദാബ് എന്ന് വിളിച്ചാൽ, പരസ്യമായി ആക്ഷേപിച്ചാൽ നമുക്കെത്ര പ്രയാസമുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ പരിഹസിച്ചു കൊണ്ടേയിരുന്നു. കദ്ദാബ് എന്ന് വിളിച്ചു, മജ്നൂൻ എന്ന് വിളിച്ചു, ഭ്രാന്തൻ എന്ന് വിളിച്ചു, സാഹിർ എന്ന് വിളിച്ചു, കാഹിൻ എന്ന് വിളിച്ചു. അങ്ങനെ വ്യത്യസ്തങ്ങളായ പേരുകൾ വിളിച്ച് റസൂലുള്ളാഹി പ്രബോധനം നടത്തുന്ന അങ്ങാടികളിൽ റസൂലുള്ളാഹിയുടെ സംസാരം നിർവഹിച്ചു കഴിഞ്ഞാൽ തൊട്ടുടനെ കയറി വന്നുകൊണ്ട് അവർ ആക്ഷേപങ്ങൾ ചുരിഞ്ഞുകൊണ്ടേയിരുന്നു. അബ്സീനിയയിലേക്ക് 15ഓളം വരുന്ന സ്വഹാബികൾ ആദ്യം ഹിജറ പോയിട്ടുണ്ട്. അവരവിടെ നിർഭയമായി കഴിയുന്നു. റസൂലുള്ളാഹിയും മറ്റു സ്വഹാബത്തും മക്കയിൽ പ്രബോധനം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അബ്സീനിയയിൽ നിന്ന് പോയ സ്വഹാബത്ത് അവർ മക്കയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അടുത്ത റമദാനിൽ അവർ മക്കയിലേക്ക് മടങ്ങി. എന്നാൽ മക്കയിലെത്തിയപ്പോൾ പീഡനം തുടർക്കഥയാ. പീഡനം അവസാനിച്ചിട്ടില്ല. അവർ കരുതിയത് രൂപത്തിൽ മക്കയിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല.
അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും അവരോട് ഹബിഷയിലേക്ക്, അബസീനിയയിലേക്ക് പുറപ്പെടാൻ പറയുകയാണ്. അങ്ങനെ ഹബിഷയിലേക്ക് രണ്ടാമത്തെ യാത്രക്കു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. 83 പുരുഷന്മാരും 18 സ്ത്രീകളും അടങ്ങുന്ന സംഘമാണ് രണ്ടാമതായി ഹബിഷയിലേക്ക് യാത്ര തിരിക്കുന്നത്. 18 സ്ത്രീകളിൽ 11 പേർ ഖുറൈശികളാണ്, 7 പേർ ഖുറൈശികളല്ലാത്തവരാണ്. വക്കാന അമീറുഹും ഫി ഹാദിഹിൽ ഹിജ്റ ജഅഫർ ഇബ്നു അബി ത്വാലിബ്. ആ ഹിജ്റയിൽ അവരുടെ അമീറായി നിശ്ചയിച്ചിരുന്നത് മഹാനായ ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവാണ്. വേറെയും പ്രസിദ്ധരായ സ്വഹാബികൾ ആ ഹിജ്റയിലുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഉണ്ട്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. വൃദ്ധരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ആണുണ്ട്, പെണ്ണുണ്ട്, ധനികരുണ്ട്, ദരിദ്രരുണ്ട്, എല്ലാം ചേർന്ന, എന്നാൽ ഒറ്റ വിശ്വാസം, ഒരൊറ്റ ആദർശം. സാമ്പത്തികമായി അവർ വ്യത്യസ്ത തട്ടുകളിലാണ്, ജോലിയിൽ വ്യത്യസ്ത തട്ടുകളിലാണ്, പ്രായം പലതരക്കാരാണ്. പക്ഷേ ഉള്ളിലെ ഈമാൻ ഒന്നാണ്, ആദർശം ഒന്നാണ്. ഒരേ കലിമത്തു തൗഹീദിനു വേണ്ടി ഒരു നാട്ടിൽ നിന്ന് വ്യത്യസ്ത ദറജകളിലുള്ള, വ്യത്യസ്ത നാടുകളിലുള്ള, വ്യത്യസ്ത ഗോത്രങ്ങളിലുള്ള ആളുകൾ ഹബശ ലക്ഷ്യമാക്കി അവർ യാത്ര തിരിക്കുകയാണ്. ആ യാത്രയിൽ ഖാലിദ് ഇബ്നു ഹിസാം റളിയല്ലാഹു തആല അൻഹു ആ യാത്രയുടെ മധ്യേ അദ്ദേഹം മരണപ്പെട്ടു. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരന്റെ മകനാണ് ഖാലിദ് ഇബ്നു ഹിസാം. അങ്ങനെ നിരവധി ദുർഘടമായ വഴികൾ താണ്ടിക്കടന്ന് അബസീനിയയിലേക്ക് രണ്ടാമത്തെ ഘട്ടം സ്വഹാബത്ത് എത്തിച്ചേരുകയാണ്. ഇൻഷാ അല്ലാഹ് തുടർന്ന് വരുന്ന ക്ലാസ്സിൽ നമുക്ക് ചരിത്രത്തിന്റെ മറ്റു ഭാഗങ്ങൾ മനസ്സിലാക്കാം. അള്ളാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.